Welcome to Phonetics Part 2. കഴിഞ്ഞ വീഡിയോയിൽ we got familiarized with the 44 different sounds in English, the 20 vowels and 24 consonants, vowels which are articulated with free air flow. ഇല്ലേ, എങ്ങും എയറിനെ ബ്ലോക്ക് ചെയ്യാതെ നമ്മൾ ഫ്രീ ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ ഇ ഉ ആൻഡ് ബ്ലോക്ക് ചെയ്തുകൊണ്ട് എയർ സ്ട്രീമിനെ എവിടെയെങ്കിലും ബ്ലോക്ക് ചെയ്തുകൊണ്ട് ഒരു ഓഡിബിൾ ഫ്രിക്ഷൻ ആയിട്ട് ആർട്ടിക്കുലേറ്റ് ചെയ്യുന്ന കോൺസണൻറ്റ് സൗണ്ട്സ് ബേർട്ട് അപ്പോൾ അങ്ങനെ 44 ഡിഫറെൻറ്റ് സൗണ്ട്സിനെയും ആ 44 ഡിഫറെൻറ്റ് സൗണ്ട്സിനെ ഡിനോട്ട് ചെയ്യുന്ന 44 ഡിഫറെൻറ്റ് ലെറ്റേഴ്സ് ഫോണറ്റിക് ലെറ്റേഴ്സിനെ നമ്മൾ പരിചയപ്പെട്ടു. ഇനി എങ്ങനെയാണ് ഇംഗ്ലീഷ് ആൽഫബറ്റ്സിൽ നമ്മൾ എഴുതുന്ന വേർഡ്സിനെ ഫോണറ്റിക് സ്ക്രിപ്റ്റിലേക്ക് മാറ്റുന്നതിന് ജസ്റ്റ് ഒന്ന് നോക്കാം. സ്ക്രീനിൽ കാണുന്ന വേർഡ്സ് കണ്ടോ, ആ ലിസ്റ്റ് ഓഫ് വേർഡ്സ് നിങ്ങൾ കാണുന്നുണ്ടല്ലോ. അപ്പോൾ അബ്ഡക്റ്റ് എന്ന വാക്ക് ABDUCT എന്ന് നമ്മൾ ഇംഗ്ലീഷ് ലെറ്റേഴ്സിൽ എഴുതുന്ന അതിനെ എങ്ങനെയാണ് നമ്മൾ ട്രാൻസ്ക്രൈബ് ചെയ്യുമ്പോൾ നോക്കിയേ, ട്രാൻസ്ക്രിപ്ഷനിൽ നമ്മളെപ്പോഴും 2 സ്ലാൻഡിങ് ലൈൻസിനിടയ്ക്കാണ് എഴുതുന്നത്. എല്ലാ സൗണ്ട്സിനെയും ആ കറക്റ്റ് സൗണ്ട്സിനെ ഡിനോട്ട് ചെയ്യുന്ന എല്ലാ നൊട്ടേഷൻസും എഴുതിയിട്ടാണ് നമ്മൾ ട്രാൻസ്ക്രിപ്ഷനിലേക്ക് പോകുന്നത്. പ്ലീസ് ഗോ ത്രൂ ദ ലിസ്റ്റ് ആൻഡ് ഓൾസോ ഡു എ ലിറ്റിൽ ബിറ്റ് ഓഫ് എക്സസൈസ് യുവർ സെൽസ്. ഓക്കെ, ഇൻ നൗ ലെറ്റ് us just look at the scope of phonetics once again. നമ്മൾ സെക്കൻഡ് ലാംഗ്വേജ് സ്പീക്കേഴ്സ് ഓഫ് ഇംഗ്ലീഷ് എന്തുകൊണ്ട് ഫോണറ്റിക്സ് നോക്കേണ്ടി വരുന്നു എന്നുള്ളത് നമുക്ക് അറിയാം, നേരത്തേക്ക് പറഞ്ഞു, ആ ഡിസ്ക്രിപ്പൻസി ഒക്കെ ഉണ്ട്. അതുകൂടാതെ വൈ ബിക്കോസ് ഇംഗ്ലീഷ് ഹാസ് ബിക്കം എ വെരി ഇമ്പോർട്ടൻറ്റ്, നമുക്ക് ഒഫീഷ്യൽ ലാംഗ്വേജ് ആണ് ഇംഗ്ലീഷ്, എംപ്ലോയബിലിറ്റിക്ക് വലിയ അത്യാവശ്യമുള്ളൊരു ലാംഗ്വേജ് ആണ് ഇംഗ്ലീഷ്. ആൻഡ് ഈ കമ്മ്യൂണിക്കേഷന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ആണല്ലോ ഭാഷ. അപ്പോൾ നമ്മൾ സംസാരിക്കുന്ന ഇംഗ്ലീഷ് മറ്റുള്ളവർ നേറ്റീവ് സ്പീക്കേഴ്സ് ഉപയോഗിക്കുന്നത് നമുക്ക് മനസ്സിലാവണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ബേസിക്കലി നമ്മൾ ഫോണറ്റിക്സ് ഇത്ര കാര്യമായിട്ട് നമ്മൾ നോക്കേണ്ടി വരുന്നത്. അപ്പോൾ ആ മ്യൂച്വൽ ഇൻ്റലിജിബിലിറ്റി ഹാസ് ടു ബി ദെയർ. ഹെവിലി ആക്സെൻറ്റഡ് ഇംഗ്ലീഷ് വരുമ്പോഴത്തേക്കും പലപ്പോഴും ചിലപ്പോൾ കോംപ്രിഹെൻഷൻ ഉണ്ടാവാതെ പോകും. ഭയങ്കര മലയാളം ചൊവ്വയുള്ള ഇംഗ്ലീഷൊക്കെ ചിലപ്പോൾ സായിപ്പിനും മനസ്സിലാകാതെ പോകും, സായിപ്പ് സംസാരിക്കുന്ന ഇംഗ്ലീഷ് നമുക്കും മനസ്സിലാകാതെ പോകും. സോ ഇഫ് യു നോ ദ സ്റ്റാൻഡേർഡ്, ആ സ്റ്റാൻഡേർഡുമായിട്ടൊന്ന് പരിചയപ്പെട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടെ എളുപ്പമാവും. So that is why we are looking at phonetics in a big way. Now let us see what topics we are going to discuss in this video. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് what is a syllable എന്താണെന്ന് ഒരു കാര്യം. അതേപോലെ തന്നെ we'll see what word stress is, we'll see the weak and strong forms of word, and also we'll look at pitch and intonation. So that is what we're going to do today. Now first of all let's look at what a syllable is. ഇപ്പോൾ സിലബിളും വേർഡ് സ്ട്രെസ് എന്നൊക്കെ പറഞ്ഞ് ടോപ്പിക്സ് നമ്മൾ കവർ ചെയ്യുമ്പോൾ ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പോകുന്നില്ല, ബിക്കോസ് ഇറ്റ്സ് ജനറൽ ഇംഗ്ലീഷ്, ബട്ട് സ്റ്റിൽ വിൽ ലുക്ക് വാട്ട് ഇറ്റ് ഈസ് എന്നുള്ളത്. അപ്പോൾ സിലബിൾ എന്ന് പറയുമ്പോൾ ഈച്ച് വേർഡ് ദാറ്റ് വി അട്ടർ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് 1 or more syllables. ഇപ്പോൾ യു എന്ന വാക്ക് YOUU, ഇറ്റ് ഹാസ് ഗോട്ട് ഓൺലി 1 syllable. Whereas mother എന്ന വാക്ക് mother, 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 it has got 2 syllables. How do you know that? It's very simple. All you need to do is നമ്മുടെ കൈപ്പത്തി എടുത്തിട്ട് ഒന്നെങ്കിൽ ഈ തൊണ്ടയിൽ വയ്ക്കുക, ലാരിങ്സ് ഉണ്ടല്ലോ, നമ്മുടെ വോയിസ് ബോക്സ് അതിൻ്റെ അവിടെ വയ്ക്കുക, അല്ലെങ്കിൽ ചെസ്റ്റിൽ വയ്ക്കുക. സോ വെൻ യു അട്ടർ എ വേർഡ്, യു എന്ന വേർഡോ മദർ എന്ന വേർഡോ ഒന്ന് പറഞ്ഞു നോക്കുക. എത്ര പ്രാവശ്യം യു എന്ന വേർഡ് പറയുമ്പോൾ എത്ര പ്രാവശ്യം ഇത് നമ്മുടെ കൈ പൊങ്ങി താഴുന്നുണ്ട്, മദർ എന്ന് പറയുമ്പോൾ എത്ര പ്രാവശ്യം പൊങ്ങി താഴുന്നുണ്ട്. യു എന്ന് പറയുമ്പോൾ വി സി ഇറ്റ് ഈസ് ഓൺലി വൺസ്, സിംഗിൾ സിലബിളാണ്. മദർ എന്ന് പറയുമ്പോൾ ട്വൈസ്. ഓക്കെ, ഇനി എക്സാമിനേഷൻ എന്ന വാക്ക് പറയുമ്പോൾ മെനി ടൈംസ്, ഒത്തിരി പ്രാവശ്യം പൊങ്ങി താഴുന്നുണ്ട്. സോ ഇറ്റ് ഈസ് പോളിസിലബിക്. എക്സാമിനേഷൻ ഈസ് പോളിസിലബിക്. മദർ 2 പ്രാവശ്യം ആയതുകൊണ്ട് ഡൈസിലബിക്. യു 1 പ്രാവശ്യം ആയതുകൊണ്ട് മോണോസിലബിക്. സോ ഇങ്ങനെയാണ്, ദിസ് ഇസ് ഹൗ യു കൗണ്ട് ദ സിലബിൾസ്. ഓക്കെ, സോ സിലബിൾസ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി ദേ ആർ യൂണിറ്റ്സ് ഓഫ് സൗണ്ട്സ്. അതിൻ്റെ ഡെഫിനിഷൻ അതിലേക്കൊക്കെ പോകേണ്ട ഒരു സ്കോപ്പ് നമുക്ക് വിടില്ല. സോ വിൽ ജസ്റ്റ് സീ ദം ആസ് യൂണിറ്റ്സ് ഓഫ് സൗണ്ട്സ്. ആൻഡ് വേറൊരു ഇൻട്രസ്റ്റിംഗ് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ജനറലി എ സിലബിൾ വിൽ ഹാവ് എ വവൽ സൗണ്ട്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ വവൽ സൗണ്ട്, ബട്ട് ഇറ്റ് മേ ഓർ മേ നോട്ട് ഹാവ് കോൺസ്റ്റന്റ് സൗണ്ട്സ്. അങ്ങനെയാണ്. ദാറ്റ് ഈസ് വൺ ഇൻട്രസ്റ്റിംഗ് തിങ് ടു ബി നോട്ടഡ്. ആൻഡ് ദ നമ്പർ ഓഫ് വവൽസ് ഇൻ എ വേർഡ് ഡിറ്റർമൈൻസ് ദ നമ്പർ ഓഫ് സിലബിൾസ് ഇൻ ഇറ്റ്. ഓക്കെ, ഒരു വേർഡിൽ എത്ര വവൽസ് ഉണ്ടെന്ന് നോക്കിയിട്ട് നമുക്ക് നമ്പർ ഓഫ് സിലബിൾസ് നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ദ വവൽ ഇസ് എ സെൻട്രൽ എലമെൻറ്റ് ആൻഡ് ഇസ് സെറ്റ് ടു ബി ദ ന്യൂക്ലിയസ് ഓഫ് ദ സിലബിൾ. സിലബിൾസ് ആർ യൂഷ്വലി മാർക്ക്ഡ് ബൈ ഒരു ഹൈഫൻ വെച്ചിട്ടാണ് നമ്മൾ സിലബിൾസ് മാർക്ക് ചെയ്യുന്നത്. ഫൊണറ്റിക്സ് എന്ന വാക്കിന് 3 സിലബിൾസ്, ഫൊണറ്റിക്സ് 3 സിലബിൾസാണ് ഉള്ളത്. യു എന്നത് മോണോസിലബിക്, 1 സിലബിളേ ഉള്ളൂ. യു, ഐ, ഐയുടെ ഐ, ഇല്ലേ, ഷീ എന്ന വാക്കുകളൊക്കെ മോണോസിലബിക് ആണ്. വെറസ് ക്യാപ്റ്റൻ, ഫാദർ, ബെറ്റർ, ഫോറസ്റ്റ്, ഇതൊക്കെ നമ്മൾ പറഞ്ഞു നോക്കുമ്പോൾ 2 പ്രാവശ്യം പൊങ്ങി താഴുന്നുണ്ട്. സോ ദേ ആർ ഡൈസിലബിക്. എക്സാമിനേഷൻ, അക്യൂറസി, ഫിറ്റോഗ്രാഫർ, റിപ്പീറ്റഡ്ലി, ഇതെല്ലാം polysyllabic ആണ്. So that is about syllables. Now let us look at the next topic, which is word stress. നെ കുറിച്ച് പറയുമ്പോൾ ആക്ച്വലി വേർഡ്സ് ആർ മെയ്ഡ് അപ്പ് ഓഫ് ഡിഫറെൻറ്റ് സിലബിൾസ് എന്ന് നമ്മൾ കണ്ടു, ഇല്ലേ? 1 or more syllables എന്ന് നമ്മൾ കണ്ടു. അപ്പോൾ സിലബിൾസ് ഉള്ള വാക്കുകളിൽ സിലബിൾസ് വരുമ്പോൾ ഇംഗ്ലീഷ് പോലുള്ള ഭാഷയിൽ
എല്ലാ സിലബിൾസിനും ഒരേ പ്രോമിനൻസ് അല്ല കൊടുക്കുന്ന അട്ടറൻസിൽ. നമ്മൾ വെൻ യു അട്ടർ എ വേർഡ് ഓൾ ദ സിലബിൾസ് ആർ നോട്ട് ഗിവൺ ആ സെയിം ഇമ്പോർട്ടൻസ്. ചില സിലബിൾസ് ആർ ഗിവൺ മോർ പ്രോമിനൻസ്. അതിനാണ് നമ്മൾ വേർഡ് സ്ട്രെസ് എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് നമ്മൾ ഏത് സിലബിളിലാണോ കൂടുതൽ സ്ട്രെസ് കൊടുക്കുന്നത് അതിനെ ടോണിക് സിലബിൾ എന്ന് വിളിക്കും. ഓക്കെ, ലെറ്റ് സി വാട്ട് ഇറ്റ് ഈസ്. ഈ സ്ട്രെസ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ ചില വാക്കുകളുണ്ടല്ലേ, ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന കുറച്ച് വാക്കുകൾ, ഇത് നമുക്ക് നൗൺ ആയിട്ടും വെർബായിട്ട് ഉപയോഗിക്കാം. പക്ഷേ നൗൺ ആയിട്ട് ഉപയോഗിക്കുമ്പോൾ ആ ഫസ്റ്റ് സിലബിൾ, ഇതെല്ലാം ഡൈ സിലബിക് വേർഡ്സ് ആണ്, ആ നൗൺ ആയിട്ട് ഉപയോഗിക്കുമ്പോൾ ഫസ്റ്റ് സിലബിളിലാണ് നമ്മൾ കൂടുതൽ പ്രോമിനൻസ് കൊടുക്കുന്നത്. വെർബായിട്ട് ഉപയോഗിക്കുമ്പോൾ സെക്കൻഡ് സിലബിളിലാണ് നമ്മൾ പ്രോമിനൻസ് കൊടുക്കുന്നത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ റെക്കോർഡ്, നമ്മളൊക്കെ എഴുതുന്ന റെക്കോർഡ് ഉണ്ടല്ലോ, പിന്നെ മാത്സുകാരും സയൻസുകാരൊക്കെ എഴുതുന്ന റെക്കോർഡ്. അപ്പോൾ ആ റെക്കോർഡ് നൗൺ ആയിട്ട് ഉപയോഗിക്കുമ്പോൾ റെക്കോർഡ്, അപ്പോൾ ഫസ്റ്റ് സിലബിളിലാണ് നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഇല്ലേ, അത് റെക്കോർഡ് ചെയ്യടാ എന്ന് നമ്മൾ പറയുമ്പോൾ റെക്കോർഡ് ആ സെക്കൻഡ് സിലബിളിലാണ്. വെർബായിട്ട് ഉപയോഗിക്കുമ്പോൾ അത് സെക്കൻഡ് സിലബിളിലാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. സി, അപ്പോൾ ദാറ്റ് ആ സ്ട്രെസ് മേക്സ് എ ലോട്ട് ഓഫ്, നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നതാണ്. പക്ഷേ ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ ഇംഗ്ലീഷ് ആർട്ടിക്കുലേഷൻ. ടെക്സ്റ്റ് ബുക്കിൽ തന്നെ പറയുന്നത് ഓൺലി എക്സ്പേർട്സ് ക്യാൻ ഡിറ്റർമൈൻ സ്ട്രെസ് എന്നാണ്, വേർഡ് സ്ട്രെസ് എന്നാണ് കേട്ടോ. സോ വി വിൽ നോട്ട് ഗോ ഫോർ ദ റൂൾസ്. ഇംഗ്ലീഷിലെ വേർഡ്സിന് ദേ ഹാവ് ദി സ്ട്രോങ് ഫോംസ് ആൻഡ് വീക്ക് ഫോംസ്. ഓക്കെ, വൈൽ ദ സ്ട്രെസ്ഡ് കണ്ടന്റ് വേർഡ്സ് ഹാവ് എ സ്ട്രോങ് ഫോം, most of the functional words in English have a strong form in isolation when they are stressed and a weak form in a connected speech when they are unstressed. Oh my god, ഇത്രയേ ഉള്ളൂ സംഭവം. ഇപ്പോൾ കണ്ടന്റ് വേർഡ്സ് എന്ന് പറയുമ്പോൾ വേർബ്സ്, നൗൺസ് അങ്ങനെയൊക്കെയുള്ള ഫുൾ ഫ്ലജഡ് വേർഡ്സ് ഇല്ലേ, അതിനാണ് കണ്ടന്റ് വേർഡ്സ് എന്ന് പറയുന്നത്. കണക്റ്റീവ് വേർഡ്സ് എന്ന് പറയുമ്പോൾ ഈ വേർഡ്സ് കണക്ട് ചെയ്യാൻ ഇപ്പം കൺജങ്ഷൻസ്, പ്രപ്പോസിഷൻസ്, അതൊക്കെയാണ് കണക്റ്റീവ് വേർഡ്സ് എന്നൊക്കെ നമ്മൾ പറയാം ഇല്ലേ. അപ്പോൾ സ്ട്രെസ്ഡ് കണ്ടന്റ് വേർഡ്സിന് എപ്പോഴും സ്ട്രോങ് ഫോംസ് ആണ് ഉണ്ടാകുക. എന്നാൽ മോസ്റ്റ് ഓഫ് ദ ഫങ്ഷണൽ വേർഡ്സ് ഇൻ ഇംഗ്ലീഷ് അവരുടെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ വിൽ ഹാവ് എ സ്ട്രോങ് ഫോം ഇൻ ഐസൊലേഷൻ വെൻ ദേ ആർ സ്ട്രെസ്ഡ്. അപ്പോൾ ഐസൊലേഷനിൽ ഒറ്റയ്ക്കായിട്ട് നിൽക്കുമ്പോൾ അവർക്ക് സ്ട്രോങ് ഫോംസ് ഉണ്ടാകുക. അവർ ഇൻ കണക്റ്റഡ് സ്പീച്ച്, അവർ കണക്റ്റഡ് സ്പീച്ച്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ AND, നമ്മൾ രണ്ട് വാക്കിനെ കണക്ട് ചെയ്യാനാണ് മിക്കവാറും ഉപയോഗിക്കാറുള്ളത്. അങ്ങനെ രണ്ട് വാക്കിനെ കണക്റ്റഡ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുമ്പോൾ എന്നിട്ട് ആ ആൻഡ് നമ്മളവിടെ സ്ട്രെസ് ചെയ്ത് പറയുന്നില്ലെങ്കിൽ അതിൻ്റെ വീക്ക് ഫോമാണ് അവിടെ വരിക. ഇപ്പോൾ ആൻഡ് നമ്മൾ കംപ്ലീറ്റ്ലി പറയുന്നില്ല, അപ്പോൾ അതിൻ്റെ വീക്ക് ഫോം. ഇപ്പോൾ AND ആൻഡിനെ ഐസൊലേഷനിൽ നിൽക്കുമ്പോൾ, ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ ആൻഡ് എന്ന് നമ്മൾ സ്ട്രോങ് ആയിട്ട് പറയുകയും, ഇപ്പോൾ രാമൻ ശ്യാം അല്ലെങ്കിൽ രാജു ആൻഡ് രാധ എന്ന് പറയുമ്പോൾ അത് ആൻഡ് എന്ന് കംപ്ലീറ്റ്ലി നമ്മൾ പറയുന്നില്ല, ആൻ എന്നേ പറയുന്നുള്ളൂ. ഓക്കെ, സോ അതാണ് ആ ഒരു ടേബിളിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഓരോന്നും അങ്ങനെ നോക്കാം. അങ്ങനെ പലതും, ഇപ്പം ഇസ് ആണെങ്കിലും ആസ് ആണെങ്കിലും ഒക്കെ അങ്ങനെ തന്നെ. അതിൻ്റെ സ്ട്രോങ് ഫോം എസ്, അതിൻ്റെ വീക്ക് ഫോം ഇല്ലേ ഇറ്റ്സ് എന്ന് പറയുമ്പോൾ സ് മാത്രം നമ്മൾ പ്രൊനൗൺസ് ചെയ്യുന്നുള്ളൂ. ആസ്, സ്ട്രോങ് ആസ്, എസ് ആണ് വീക്ക് ഫോം. ബട്ട്, ദാറ്റ്, ദ കളുടെ സ്ട്രോങ് ആൻഡ് വീക്ക് ഫോംസ് നോക്കിയിട്ട് വേണം, അത് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ഇനി നെക്സ്റ്റ് വിൽ മൂവ് ഓൺ ടു പിച്ച് ആൻഡ് ഇൻറ്റോനേഷൻ. ലെറ്റ്സ് സീ വാട്ട് പിച്ച് ആൻഡ് ഇൻറ്റോനേഷൻ ഈസ്. പോലെ തന്നെ നമ്മുടെ കണക്റ്റഡ് സ്പീച്ചിലും അവർ വോയിസ് മോഡുലേറ്റ്സ് ഇല്ലേ. നമ്മൾ റെക്കോർഡ് ചെയ്യുമ്പോൾ വോയിസ് റെക്കോർഡിൽ നമുക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റും ഈ മോഡുലേഷനും പിച്ചും ഇൻറ്റോനേഷനും ഒക്കെ. ദ വേരിയേഷൻ ഇൻ മോഡുലേഷൻ ഡിപ്പെൻഡ്സ് ഓൺ ഹൗ our vocal cords vibrate. Now, what is the rate at which our vocal cord vibrates or the frequency of vibration is called pitch. എത്ര പ്രാവശ്യം ഇത് വൈബ്രേറ്റ് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് പിച്ച് എന്ന് പറയുന്നത്. Now, the rise and fall in pitch or utterance bound pitch is referred to as intonation. ഈ പിച്ചിൻ്റെ റൈസ് ആൻഡ് ഫോൾ അതാണ് കറക്റ്റായിട്ട് നമുക്ക് ആ വോയിസ് റെക്കോർഡിൽ കാണാൻ പറ്റുക. റൈസ് ആൻഡ് ഫോൾ ഇൻ പിച്ച് ആണ് നമ്മൾ ഇൻറ്റോനേഷൻ എന്ന് പറയുന്നത്. Pitch means the frequency of vibration of the vocal cords. The rise and fall in pitch is called intonation. Okay? Moves from lower to higher pitch within a single syllable, then it is called rising intonation. അത് നമ്മൾ മുകളിലോട്ടുള്ളൊരു വരെയാണ് നമ്മൾ അതിൻ്റെ നൊട്ടേഷൻ കൊടുക്കുന്നത്. ആൻഡ് ഇഫ് ദ വോയിസ് മൂവ്സ് ഫ്രം ഹയർ ടു ലോവർ പിച്ച് വിത്തിൻ എ സിംഗിൾ സിലബിൾ ഇറ്റ്സ് കോൾഡ് falling intonation. റൈസിങ് ഇൻറ്റോനേഷൻ നമ്മൾ യെസ് ഓർ നോ ക്വസ്റ്റ്യൻസിനാണ് നമ്മൾ യൂസ് ചെയ്യുക. falling intonation സ്റ്റേറ്റ്മെൻറ്റ്സിലൊക്കെയാണ് നമ്മൾ സാധാരണ യൂസ് ചെയ്യുക. ഓക്കെ.